ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQs ആണ്. സോ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ ദ സാമ്പിൾ സ്പേസ് ഓഫ് ദ റാൻഡം എക്സ്പെരിമെന്റ് ത്രോയിങ് 2 dice ഈസ്. 2 dice ത്രോ ചെയ്യുന്നു. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം സാമ്പിൾ സ്പേസിൽ 1 2 3 4 5 6 അങ്ങനെ 6 ഔട്ട്കംസ് ആണുള്ളത്. നേരെ മറിച്ച് 2 ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് 6 into 6 അഥവാ 6 സ്ക്വയർ ആണ് നമ്പർ ഓഫ് ഔട്ട്കംസ്. 6 സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 3 times ആണെങ്കിലോ 6 ക്യൂബ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവുമാണ് എക്സ്ഹോസ്റ്റീവുമാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സ്ഹോസ്റ്റീവും ആണെങ്കിൽ മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് പറയുന്നത് 1 ആകും. കാരണം പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഇവിടെ എ യൂണിയൻ ബി എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ആണെങ്കിൽ അതെന്താണ്? സാമ്പിൾ സ്പേസ്, എൻറ്റയർ സാമ്പിൾ സ്പേസ്. അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആൻസർ 1. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ശ്രദ്ധിക്കുക, ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവുമാണ് എക്സ്ഹോസ്റ്റീവുമാണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്താണ്? അപ്പോൾ സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസിന്റെ പ്രോബിലിറ്റി 1 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പി ഓഫ് എ ഡാഷ് തന്നിട്ടുണ്ട്. പി ഓഫ് എ ചോദിച്ചാൽ 1 minus 0.8, അതായത് 1 minus പി ഓഫ് എ ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി അണ്ടിൽ എ ഹെഡ് കംസ് അപ്പ്. ഹെഡ് വരുന്നത് വരെ കോയിൻ ടോസ് ചെയ്യുന്നു പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് എസ് ഈസ് ഈക്വൽ ടു ഒന്നുകിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ഹെഡ് വരാം, അതല്ലെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റ് ടെയിൽ, രണ്ടാമത് ഹെഡ്, ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ ടെയിൽ, മൂന്നാമത് ഹെഡ്, ആദ്യത്തെ 3 അറ്റംപ്റ്റിൽ ടെയിൽ, 4ാമത് ഹെഡ്. അങ്ങനെ നമ്മളുടെ സാമ്പിൾ സ്പേസ് നമുക്ക് കിട്ടും. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. അടുത്തത് എയും ബിയും 2 ഇവൻസ് ആണ്. ദെൻ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് നമ്മളുടെ ഫോർമുല. നമ്മളോട് ചോദിച്ചത് പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. അത് കാണാൻ ആദ്യം ചെയ്യേണ്ടത് മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പി ഓഫ് നോട്ട് എ എന്ന് പറയുന്നത് എ ഡാഷ്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ. പി ഓഫ് നോട്ട് എ ഡാഷ് ഇന്റർസെക്ഷൻ നോട്ട് ബി ബി ഡാഷ്. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ദാറ്റ് ഈസ് പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ്. അതിന് നമ്മൾ ആദ്യം പി ഓഫ് എ യൂണിയൻ ബി കാണണം. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. പി ഓഫ് എ യൂണിയൻ ബി, ഇവിടെ പി ഓഫ് എ എന്ന് പറയുന്നത് 1/3, പി ഓഫ് ബി എന്ന് പറയുന്നത് 1/5 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1/15. ശരിയല്ലേ? മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 1/3 പ്ലസ് 1/5 മൈനസ് 1/15. 3ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ 8, 3ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 15, 8/15 മൈനസ് 1/15 ചെയ്ത് കഴിഞ്ഞാൽ 7/15 ആണ് പി ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് 1 minus 7/15. 1 minus 7/15 കാണാൻ പറഞ്ഞാൽ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. 15 7 കുറച്ചാൽ എത്രയാടാ? 15 7 കുറച്ചാൽ 8, 8/15 ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് എൻ്റെ മക്കളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 8/15. അടുത്ത ക്വസ്റ്റ്യൻ, 2 dice are thrown at random, find the probability of getting a doublet. ഡബിലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 dice ത്രോ ചെയ്യുന്ന സമയത്ത് ആകെ 36 ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്കംസിന്റെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം 6 സ്ക്വയർ 36. നേരെ മറിച്ച് ഡബിലറ്റ് എന്ന് പറഞ്ഞാൽ 1 1 2 2 അപ് ടു 6 6. എത്ര എണ്ണം ഉണ്ട്? 6/36. ചെറുതാക്കി കഴിഞ്ഞാൽ 1/6 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. 1/6. ഇനി മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഈസ് 8. 2 ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് സമ്മ് 8 വരണമെങ്കിൽ 2,6 3,5 ശരിയല്ലേ? 4,4 5,3 then 6,2. ഇത്രയും നമ്പേഴ്സ് വരുന്ന സമയത്തല്ലേ, ആലോചിച്ച് നോക്ക്, ഇത്രയും നമ്പേഴ്സ് വരുന്ന സമയത്തല്ലേ നമ്മുടെ സം എന്ന് പറയുന്നത് 8 കിട്ടുക. 1 7 അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഡൈൻ്റെ മുകളിൽ 7 എന്ന് പറയുന്ന നമ്പർ ഇല്ല. സോ 5 ആണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസിൻ്റെ എണ്ണം. 5/36 ആൻസർ 5/36.
ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. പി ഓഫ് എ 2/11 ആണെങ്കിൽ പി ഓഫ് എ ഡാഷ് എത്രയാണ്? 2/11 ആണെങ്കിൽ 2നോട് ഏത് നമ്പർ ആഡ് ചെയ്താലല്ല 11 കിട്ടുക? 9. സോ സിമ്പിൾ ആണ് ആൻസർ 9/11. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 1 മൈനസ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഡാഷ്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത്. 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ. ഇനി 4 cards are drawn from shuffled deck of 52 cards. What is the probability of obtaining 3 diamonds and 1 spade? 3 diamonds. അതായത് നമ്മൾ 4 കാർഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് 3 കാർഡ് ഡയമണ്ട് കിട്ടണമെങ്കിൽ ഡയമണ്ട് 13 എണ്ണമാണ്. ആ 13 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്യുക. ഇത്ര രീതിയിൽ 13 C3 ഇൻറ്റു 13 ആണ് സ്പേഡിന്റെ എണ്ണം. അതിൽ നിന്ന് 1 ആണ് നമ്മൾ സ്പേഡ് എടുക്കുന്നത്. 13 C1 ഡിവൈഡഡ് ബൈ ആകെ 52 കാർഡ്സിൽ നിന്ന് C4. കാരണം 4 കാർഡ്സാണ് എടുക്കുന്നത്. അത്ര രീതിയിൽ എടുക്കാം. 52 C4. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ വാല്യൂ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, വളരെ ഈസി ആയിട്ട് മക്കൾക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പി ഓഫ് എ എന്ന് പറയുന്നത് 0.35, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.25, പി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. പി ഓഫ് ബി കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിലുള്ള ഫോർമുല പി ഓഫ് എ യൂണിയൻ ബി is equal to പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 0.6, പി ഓഫ് എ എന്ന് പറയുന്നത് 0.35 പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.25. ശരിയല്ലേ? നമുക്ക് കാണേണ്ടത് പി ഓഫ് ബി ആണ്. 0.6ന്റെ സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് 0.25. ശരിയല്ലേ? ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് മൈനസ് 0.35 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വരും. That is equal to 0.6ഉം 0.25ഉം 0.85 മൈനസ് 0.35. 85 35 കുറച്ചാൽ 50. സോ 0.50 എന്ന് പറഞ്ഞാൽ 0.5. പി ഓഫ് ബി എന്ന് പറയുന്നത് 0.5. പി ഓഫ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് ബി ഡാഷ്. ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് ബി 1 മൈനസ് 0.5. ദ ആൻസർ ഈസ് 0.5. വളരെ ഈസി ആയിട്ട് മക്കളെ നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും. സെറ്റ്. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 ഫ്രൈഡേസ് ഇൻ എ ലീപ്പ് ഇയർ. ഒരു ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. 366 ഡേയ്സ് ആണ്. എത്ര ഡേയ്സാ? 366. അതെന്ന് പറയുന്നത് 52 വീക്സും 52 വീക്സും പിന്നെ എക്സ്ട്രാ 2 ഡേയ്സുമാണ്. അതെങ്ങനെ സാറിന് കിട്ടും? 366നെ നിങ്ങൾ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36ൽ 7 എത്ര വശം പോകും? 5. 35. 16ൽ 2 ടൈംസ് 2 into 7 14, റിമൈൻഡർ 2. ശരിയല്ലേ? അതായത് 52 വീക്സും 2 ഡേയ്സും. ആ എക്സ്ട്രാ 2 ഡേയ്സിൽ ഫ്രൈഡേ വരാനുള്ള പ്രോബിലിറ്റി നോക്കിയാൽ മതി. അതായത് 52 ഫ്രൈഡേ എന്തായാലും ഹാപ്പൻ ചെയ്യും. ഇനി ഈ എക്സ്ട്രാ ഉള്ള 2 ഡേയ്സ് ഫ്രൈഡേ ആവുകയാണെങ്കിൽ, അതിൽ ഒരു ദിവസമെങ്കിലും ഫ്രൈഡേ ആവുകയാണെങ്കിൽ 53 ഫ്രൈഡേസ് ഒക്കെ ചെയ്യും. ഈ 2 ഡേയ്സ് ഫ്രൈഡേ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 ഡേയ്സ് എങ്ങനെയൊക്കെ വരാം? ഈ 2 ഡേയ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ മൺഡേ അല്ലെങ്കിൽ സൺഡേ മൺഡേ, അതല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ, അതല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ, അതല്ലെങ്കിൽ വേഴ്സ്ഡേ തേഴ്സ്ഡേ, അതല്ലെങ്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ. ശരിയല്ലേ? ഈ 2 ഡേയ്സ് തേഴ്സ്ഡേ ഫ്രൈഡേ, അതല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. അതായത് 7 രീതിയിൽ വരാം. ശരിയല്ലേ? 7 രീതിയിൽ വരാം. ഈ 7 രീതി എന്ന് പറയുന്നതിൽ എത്ര തവണ ഫ്രൈഡേ ഒക്കെ അറിയുന്നുണ്ട്? നമുക്ക് ഫ്രൈഡേ 1, ഫ്രൈഡേ 2. സോ 7 രീതിയിൽ വരാം. അതിൽ 2 തവണ ഫ്രൈഡേ. സോ ആൻസർ ഈസ് 2/7. ആൻസർ ഈസ് 2/7. ഇനി a card is drawn from a well shuffled deck of 52 playing cards. What is the probability of getting a red card or a king? ഒന്നുകിൽ റെഡ് കാർഡ് ആവണം. റെഡ് കാർഡിന്റെ എണ്ണം ഫീസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസിന്റെ എണ്ണം നോക്കിയാൽ മതി. നോക്കിക്കേ, ഒരു കാർഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്.
റെഡ് കാർഡ് എന്ന് പറയുമ്പോൾ 26. ബ്ലാക്കിൽ എത്ര കിങ് ഉണ്ട്? അല്ലെങ്കിൽ കിങ്. റെഡ് കാർഡ് അല്ലെങ്കിൽ കിങ്. ബ്ലാക്കിലുള്ള കിങ് 2 എണ്ണം. ശരിയല്ലേ? അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസിന്റെ എണ്ണം എന്ന് പറയുന്നത് 28 divided by 52. So the answer is 28/52. അതിനെ ചെറുതാക്കി നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. 28/52. നേരെ ഹാഫ് എടുത്താൽ 14/26. വീണ്ടും ഹാഫ് എടുത്താൽ 7/13 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 7/13. 2 നമ്പറിനെ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ, 2 നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7/13. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ P of A 1/4 ആണെങ്കിൽ P of not A 1 - 1/4 that is equal to 3/4. ഈ ക്വസ്റ്റ്യൻ ആൻസർ 3/4 ആണെന്ന് എൻ്റെ മക്കളെ നിങ്ങൾക്ക് കിട്ടും. ഇനി എസ് സാമ്പിൾ സ്പേസ് ആണെങ്കിൽ P of S സാമ്പിൾ സ്പേസിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആണെന്നും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എന്താണെന്ന് മക്കൾ കമൻറ്റ് ചെയ്യുക. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മക്കൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാനും പഠിക്കുവാനുമായിട്ട് ഈ ചാപ്റ്ററിൻ്റെ യൂട്യൂബ് ലൈവ് എടുത്ത് കാണുക എന്ന് മാത്രമാണ് മക്കളോട് പറയാനുള്ളത്. ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സൈലത്തിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. എൻ ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് ക്ലാസ് ഒക്കെ കണ്ട് ഗംഭീരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്വന്തമാക്കാൻ സാധിക്കും.